Hi, good afternoon, children. Let's continue the story. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ദ ലിറ്റിൽ ക്ലേ പോട്ട് എന്ന് പറയുന്ന കഥ തുടരാം അല്ലേ? യെസ്. Where did the story end? നമ്മുടെ കഥ എവിടെയാണ് അവസാനിപ്പിച്ചത്? യെസ്. Bus Fuss the fly, Crunch Munch the mouse, Hop Stop the frog, and then Fleet Feet the rabbit made the pot their home. Yes. Okay. Then let's see what happens next. എന്താ സംഭവിച്ചു നോക്കണ്ടേ? So everyone take the textbook. Take the textbook. Yes. Take page number 109. Page number 109. Page number 109 എടുക്കൂ. Yes. And look at the picture. ആ ചിത്രം നോക്കൂ. Yes. Who do you see in that picture? ആരൊക്കെയാണ് നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നത്? Yes. Someone else has arrived there. അല്ലേ? വേറെ ആരോ ഒരാൾ കൂടി അവിടേക്ക് വന്നിട്ടുണ്ട് അല്ലേ? Who is it? ആരാത്? Yes. It is a fox. ആരാണത്? ഒരു കുറുക്കനാണ് അതല്ലേ? Yes. Let's see what happens there. പിന്നെ എന്താണ് സംഭവിച്ചത് നോക്കണ്ടേ? Everyone read that passage. ആ പാസേജ് വായിച്ചോളൂ. വായിക്കൂ. Read it. Okay, children, everyone read it. So, what happens there? എന്താണ് സംഭവിച്ചത്? Yes, a fox named, yes, Fluffy Huffy the fox came there and he too settled in that pot. Yes, അല്ലേ? എന്താണ്? ഫ്ലഫി ഹഫി എന്ന് പേരായ ഒരു കുറുക്കൻ അവിടേക്ക് വന്നു. അവനും എന്ത് ചെയ്തു? ആ ലിറ്റിൽ ക്ലേ പോട്ടില് അല്ലെ, ആ ലിറ്റിൽ ക്ലേ ഹട്ടില് താമസമാക്കി അല്ലേ മക്കളെ? ഓക്കെ. And then I will read that passage. ഞാൻ മാഷ എന്ത് ചെയ്യാം? മാഷ ഭാഗം ഒന്ന് വായിക്കാം കേട്ടോ. everyone listen. എല്ലാവരും ശ്രദ്ധിക്കൂ. യെസ്. പേജ് നമ്പർ 109 109 കേട്ടോ. യെസ്. ലിസൺ. Fluffy Huffy the fox. After a while, a fox came running up and saw the hut. Oh, a little clay hut with a window. I wonder who lives here. Yoo-hoo! Anyone inside? Here we are. Bus Fuss the fly, Crunch Munch the mouse, Hop Stop the frog, and Fleet Feet the rabbit. And who are you? Fluffy Huffy the fox. Well, why don't you move in with us? So the fox trotted in and five made the pot their home. Clear? Listen once. ഒന്നും ശ്രദ്ധിക്കും മക്കൾ. ഒന്നും വായിക്കാൻ ഭാഷ നോക്കിക്കോളൂ. Heading Fluffy Huffy the fox. After a while, a fox came running up and saw the hut. Oh, a little clay hut with a window. I wonder who lives here. Yoo-hoo! Anyone inside? Here we are. Bus Fuss the fly, Crunch Munch the mouse, Hop Stop the frog, and Fleet Feet the rabbit. And who are you? Fluffy Huffy the fox. Well, why don't you move in with us? So the fox trotted in and the five made the pot their home. Everyone clear? Okay. Okay, children, let's find the meaning. നമുക്ക് അതിന്റെ അർത്ഥം ഒന്ന് നോക്കാം ഭാഗത്തിന്റെ അല്ലേ മക്കളെ? ഹെഡിങ് ഫ്ലൂഫി ഹഫി ദ ഫോക്സ്. എന്താണ്? ഫ്ലൂഫി ഹഫി എന്ന് പേരായ കുറുക്കൻ അല്ലേ? നോക്കൂ. ആഫ്റ്റർ എ വൈൽ എ ഫോക്സ് കെയിം റണ്ണിങ് അപ്പ് ആൻഡ് സോ ദ ഹട്ട്. ആഫ്റ്റർ എ വൈൽ, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ എ ഫോക്സ് കെയിം റണ്ണിങ്. എന്താണ്? ഒരു കുറുക്കൻ ഓടി അവിടേക്ക് വന്നു. ആൻഡ് സോ ദ ഹട്ട്. എന്ത് ചെയ്തു? ആ കുടില് കണ്ടു. അപ്പോ അവൻ പറയാണ്, ഓ, എ ലിറ്റിൽ ക്ലേ ഹട്ട് വിത്ത് എ വിൻഡോ. ഇതാ ഒരു ചെറിയ മൺകുടില്. എന്താണ്? ഐ വണ്ടർ ഹു ലിവ്സ് ഹിയർ. ഇവിടെ ആരാണ് താമസിക്കുന്നത് എന്നറിയാൻ എനിക്ക് അതിശയം തോന്നുകയാണ്.
എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, യോഹു എനിവൺ ഇൻസൈഡ്, എന്താ ഹേയ് ആരെങ്കിലും ഉള്ളിലുണ്ടോ ചോദിക്കുകയാണ് അല്ലെ. അപ്പൊ ഉള്ളെന്ന് പറയാണ്, ഹിയർ വി ആർ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ആരൊക്കെയാണ്? ബുസ് ഫുസ് ദ ഫ്ലൈ, ക്രഞ്ച് മഞ്ച് ദ മൗസ്, ഹോപ്പ് സ്റ്റോപ്പ് ദ ഫ്രോഗ് ആൻഡ് ഫ്ലീറ്റ് ഫീറ്റ് ദ റാബിറ്റ് അല്ലെ. എന്നിട്ട് പിന്നെ ചോദിക്കുകയാണ്, ആൻഡ് ഹു ആർ യു, നീ ആരാണ് ചോദിക്കുകയാണ്. അപ്പോ പുറത്തുനിന്ന് നമ്മുടെ കുറുക്കൻ മറുപടി പറയാണ്, ഫ്ലൂഫി ഹഫി ദ ഫോക്സ്, ഞാൻ ആരാണ്? ഫ്ലൂഫി ഹഫി എന്ന് പേരായ കുറുക്കനാണ് എന്ന് പറയാണ്. അപ്പോ ഉള്ളിന്ന് ചോദിക്കണം അവരെ, വെൽ വൈ ഡോണ്ട് യു മൂവ് ഇൻ വിത്ത് അസ്, എന്താ നീ എന്താണ് ഞങ്ങളുടെ കൂടെ ഉള്ളിലേക്ക് വരാത്തത് ചോദിക്കുകയാണ് അല്ലെ. ഇത് കേട്ട ഉടനെ സോ ദ ഫോക്സ് ട്രോട്ടഡ് ഇൻ ആൻഡ് 5 made the pot their home. എന്താണ് ഇത് കേട്ട ഉടനെ ദ ഫോക്സ് ട്രോട്ടഡ്, എന്താണ് കുതിച്ചു ചാടി, ഉള്ളിലേക്ക് കുതിച്ചങ്ങോട്ട് ചാടി. അപ്പൊ അങ്ങനെ 5 പേരും അവിടെ സുഖമായിട്ട് ജീവിച്ചു. ക്ലിയർ? then let's find the new words and its meaning. നമുക്ക് ഇതിലെ പുതിയ വാക്കുകളുടെ അർത്ഥം കണ്ടെത്തണ്ടേ? യെസ്, ഇത് നോക്കൂ, ഇതിൽ ഒറ്റ വാക്കേ ഉള്ളൂ കാണാൻ. ട്രോട്ടഡ്, ട്രോട്ടഡ് എന്താണ്? യെസ്, കുതിച്ചു ചാടുക എന്നർത്ഥം കേട്ടോ. Then so the fluffy huffy the fox made the pot his home അല്ലെ. അവനും ആ വീട്ടില് താമസിക്കാൻ തുടങ്ങി. Okay, then someone else has come there. വേറെ ആരോ കൂടി അവിടേക്ക് താമസിക്കാനായിട്ട് വന്നിട്ടുണ്ട്. Let's see, നമുക്ക് നോക്കാം. So everyone take page number 110. 110 എടുക്കും മക്കളെ. Page number 110, 110 എടുക്കൂ. Yes. And look at the picture. Yes, who is it? ആരാത്? Yes, a wolf. ആരാണ്? ഒരു ചെന്നായാണ് അതല്ലേ. Yes, let's see what happens there. എന്തൊക്കെ സംഭവിച്ചു നോക്കണ്ട അവിടെ. So everyone read that passage. ആ ഭാഗം വായിച്ചോളൂ. Read it. Okay, children, everyone read it. Okay, so who is it? Aradha? Yes, Howly Prowly the wolf came there and he too settled in that pot. അല്ലേ, ഹൗലി പ്രൗലി എന്ന് പേരായ ഒരു ചെന്നായ കൂടി അവിടേക്ക് വന്നു. അവനും എന്ത് ചെയ്തു? അവിടെ ആ പോട്ടില് താമസമാക്കി അല്ലേ. അല്ലേ മക്കളെ? ഓക്കെ, then I will read that passage. ഞാൻ ഭാഗം ഒന്ന് മാഷ് വായിക്കാട്ടോ, നോക്കിക്കോളൂ. everyone listen, എല്ലാവരും ശ്രദ്ധിക്കൂ. പേജ് നമ്പർ 110 ട്ടോ, 110. Listen. Howly Prowly the wolf. After a while, a wolf came strolling by and saw the hut. Oh, a little clay hut with a window. I wonder who lives here. Yo-hoo, anyone inside? Here we are. Bus Fus the fly, Crunch Munch the mouse, Hop Stop the frog, Fleet Feet the rabbit, and Fluffy Huffy the fox. And who are you? Howly Prowly the wolf. Well, why don't you move in with us? So the wolf squeezed in, and the 6 made the pot their home and lived there happily. Okay, now listen once. Only mashu vaikada noikolu. Howly Prowly the wolf. After a while, a wolf came strolling by and saw the hut. Oh, a little clay hut with a window. I wonder who lives here. Yo-hoo, anyone inside? Here we are. Bus Fus the fly, Crunch Munch the mouse, Hop Stop the frog, Fleet Feet the rabbit, and Fluffy Huffy the fox. And who are you? Howly Prowly the wolf. Well, why don't you move in with us? So the wolf squeezed in, and the 6 made the pot their home and lived there happily. Everyone clear? Okay, then let's find the meaning. Okay. Okay, children. Howly Prowly the wolf. എന്താണ് ഹൗലി പ്രൗലി എന്ന് പേരായ ചെന്നായ അല്ലെ. After a while, a wolf came strolling by and saw the hut. After a while എന്താണ്, കുറച്ച് സമയം കഴിഞ്ഞപ്പോ a wolf came, എങ്ങനെ? ഒരു ചെന്നായ വന്നു. എങ്ങനെ വന്നത്? സ്ട്രോളിംഗ് ബൈ, ഉലാത്തിക്കൊണ്ടാണ് കൈയൊക്കെ വീശി ഇങ്ങനെ നടന്നുകൊണ്ട് അവിടേക്ക് വന്നു. എന്നിട്ടോ and saw the pot.
അപ്പോഴാണ് എന്ത് കണ്ടത്? ആ സോ ദ ഹട്ട് ആ കുടില് കണ്ടത്. അപ്പൊ അവൻ പറയാണ്, ഓ എ ലിറ്റിൽ ക്ലേ ഹട്ട് വിത്ത് എ വിൻഡോ. എന്താ പറഞ്ഞത്? ഇതാ ഒരു ചെറിയ മൺകുടില് അല്ലെ, ജനലൊക്കെ ഉള്ള ചെറിയ മൺകുടിൽ അവിടെ. ഐ വണ്ടർ ഹു ലിവ്സ് ഹിയർ. എനിക്ക് അതിശയം തോന്നുകയാണ്, ഇവിടെ ആരാ താമസിക്കുന്നത് എന്ന് അറിയാൻ എനിക്ക് അതിശയം തോന്നുകയാണ് എന്ന് പറയുന്നത്. അവൻ ചോദിക്കുകയാണ്, യോ ഹൂ എനിവൺ ഇൻസൈഡ്. എന്താ ചോദിച്ചേ? ആരെങ്കിലും ഉണ്ടോ അവിടെ ചോദിക്കുകയാണ് അല്ലെ. അപ്പൊ അവിടുന്ന് ഉള്ളിന്ന് മറുപടി പറയാണ്, ഹിയർ വി ആർ. എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയണം. ആരൊക്കെയാണ്? ബുസ് ഫുസ് ദ ഫ്ലൈ, ക്രഞ്ച് മഞ്ച് ദ മൗസ്, ഹോപ്പ് സ്റ്റോപ്പ് ദ ഫ്രോഗ്, ഫ്ലീറ്റ് ഫീറ്റ് ദ റാബിറ്റ് ആൻഡ് ഫ്ലൂഫി ഹഫി ദ ഫോക്സ് ആൻഡ് ഹു ആർ യു. ചോദിക്കുകയാണ്, നീ ആരാണ് ചോദിക്കുകയാണ്. അപ്പൊ അവിടുന്ന് പറയാണ് പുറത്തുനിന്ന്, ഹൗളി പ്രൗളി ദ വൂൾഫ്. ഞാൻ ആരാണ്? ഹൗളി പ്രൗളി എന്ന് പേരായ ചെന്നായാണ് എന്ന് പറയാണ്. അപ്പോ ഉള്ളെന്ന് ചോദിക്കുകയാണ്, വെൽ വൈ ഡോണ്ട് യു മൂവ് ഇൻ വിത്ത് അസ്. എന്താ ചോദിച്ചേ? നീ എന്ത് ചെയ്യണില്ലേ, ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ ചോദിക്കുകയാണ് അല്ലെ. ഇത് കേട്ട ഉടനെ സോ ദ വൂൾഫ് സ്ക്യൂസ്ഡ് ഇൻ. എന്താ സ്ക്യൂസ്ഡ് ആണ്? സ്ക്യൂസ്ഡ് ആണ് ഞെരിങ്ങി ഉള്ളിലേക്ക് പോയി. ആൻഡ് ദ 6 made the pot their home. ഇങ്ങനെ ഒരു 6 പേരും ആ കുടത്തെ അവരുടെ വീട് പോലെ കരുതി ആൻഡ് lived there happily. അവിടെ സന്തോഷത്തോടു കൂടി ജീവിച്ചു. ക്ലിയർ? Then let's find the new words and its meaning. എന്ത് ചെയ്യാം? അതിന്റെ വാക്കിലെ ആ പാസേജിലെ പുതിയ വാക്കോ അതിന്റെ അർത്ഥം നോക്കാം അല്ലെ. ഇവിടെ പുതുതായിട്ട് വരുന്നത് സ്ട്രോളിംഗ് എന്നുള്ള വാക്കാണ്. സ്ട്രോളിംഗ് എന്ന് പറഞ്ഞാൽ ഉലാത്തിക്കൊണ്ട് എന്നർത്ഥം. പിന്നെ ഇതിൽ പുതുതായിട്ട് വരുന്നത് സ്ക്യൂസ്ഡ്. സ്ക്യൂസ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞെരിങ്ങി. ഈ 2 വാക്കുകളിൽ പുതുതായിട്ട് വരുന്നുള്ള ബാക്കിയൊക്കെ നമുക്ക് അറിയുന്നതാണ്. എന്ത് ചെയ്യാം? നമുക്ക് ഈ രണ്ട് പാസേജിലെയും പുതിയ വാക്കുകൾ അതിന്റെ അർത്ഥം ഒന്ന് ബോർഡിൽ എഴുതിയിട്ട് വായിക്കാം അല്ലെ. ഓക്കെ ചിൽഡ്രൻ, ബോർഡിലേക്ക് നോക്കൂ. ഐ വിൽ റീഡ് ദാറ്റ്. ഞാൻ വായിക്കാട്ടോ, നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ, ട്രോട്ടഡ് കുതിച്ചു ചാടി, സ്ട്രോളിംഗ് ഉലാത്തിക്കൊണ്ട്, സ്ക്യൂസ്ഡ് ഞെരുങ്ങി. ഒന്നിനും വായിക്കാം. ട്രോട്ടഡ് കുതിച്ചു ചാടി, സ്ട്രോളിംഗ് ഉലാത്തിക്കൊണ്ട്, സ്ക്യൂസ്ഡ് ഞെരുങ്ങി. ക്ലിയർ? ഓക്കെ. അപ്പോ ഈ വാക്കുകൾ അതിന്റെ അർത്ഥവും എല്ലാവരും നോട്ടിലേക്ക് എഴുതുക. 5 തവണ എഴുതിയിട്ട് പഠിക്കുക. അതുപോലെ ഇന്നെടുത്ത ആ 2 പാസേജും നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കുക. പക്ഷെ എന്ത് ചെയ്യും? അടുത്ത ക്ലാസ്സിൽ വരുമ്പോ അത് വായിപ്പിക്കും കേട്ടോ. അപ്പോ എല്ലാവരും നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കുക. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഇന്ന് എത്ര എടുക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാൻ പറ്റേ. ബൈ.